പിന്നെ അവർ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ആന്തൂർ സാജൻ്റെ മരണത്തിന് കാരണം എന്ന് ആരോപണ വിധേയാണ് ശ്യാമള ഗോവിന്ദൻ അല്ലേ. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ആളാണ് പി ദിവ്യ എന്നുണ്ട്. അവർ തമ്മിലുള്ളൊരു സംഗമം ഉണ്ടല്ലോ, ആ ജയിലിൻ്റെ മുറ്റത്ത് വെച്ച് അവർ തമ്മിൽ നടത്തിയൊരു സംഗമം, അതും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അപൂർവമായ ഒരു സംഗമമായി അടയാളപ്പെടുത്തേണ്ടതാണ്. സംഗമം സംഗമം അത് പാർട്ടി അദ്ദേഹത്തെ ഒന്നും കൂടി അപമാനിക്കുകയാണ്. കാരണം ഇതുപോലെ LDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം തുറന്നു പറഞ്ഞു. അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുകയാണ്. പാർട്ടി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പാലക്കാട് കൊണ്ടുവന്നിട്ട് അദ്ദേഹം എഴുതിയതിനെതിരായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. വീണ്ടും EP ജയരാജനെ CPM നേതൃത്വം അപമാനിക്കുകയാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹത്തെ വിരട്ടിക്കൊണ്ടുവന്നാണ് ഇവിടെ. പാലക്കാട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അഥവാ മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പ് പഞ്ചായത്തിലെ പല വോട്ടർമാരും പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അവിടെ വീടുകളിലെത്തി പരിശോധിക്കുമ്പോഴൊക്കെ അവർക്ക് എപ്പോഴും താമസിക്കുന്നത് ഈ കൊടുമ്പ് പഞ്ചായത്തിൽ തന്നെയാണ്. ഇത് ഇലക്ഷൻ്റെ അകത്തൊരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിൽ നോക്കേണ്ടത് BLOമാരാണ്. കാരണം ഇലക്ഷൻ്റെ ഇതിലാക്കി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപേക്ഷ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അയച്ചു കൊടുക്കുന്നത് BLOമാർക്കാണ്. BLOമാർ പോയി ഈ വസതി പോയി സന്ദർശിച്ച് അവർ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ ശരിയാണോ എന്ന് നോക്കി ശരിയാണോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുന്നതാണ് ഇത് അപ്രൂവലാണ്. ഇവിടെ താമസിക്കാത്ത ഒരാൾ ഇവിടെ ഇല്ല, ഇവിടെ ഇങ്ങനെ ഒരാൾ താമസം ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചാൽ ആ വോട്ട് ചേർക്കില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ ഇല്ലാത്തവരുടെ ആരുടെയെങ്കിലും വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്വം ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് ഉത്തരവാദി. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ പരിശോധന ശരിയല്ലാത്തത്. അല്ല, അത് അത്തരം വോട്ടുകൾ പോളിയിപ്പിക്കില്ല എന്ന് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ ആദ്യം അദ്ദേഹം തടയേണ്ട വോട്ട് LDF സ്ഥാനാർത്ഥിയുടെ വോട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വോട്ടുമാണ്. LDF സ്ഥാനാർത്ഥിയുടെയും ഭാര്യയുടെയും വോട്ട് ഇവിടെ ഒരു ബൂത്തിൽ അവസാനമായി ചേർത്തിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല. അദ്ദേഹം ശരിക്കും തിരുവല്ലാമലക്കാരനാണ്. തിരുവല്ലാമലയിൽ നിന്ന് പിന്നെ വന്ന് ഒറ്റപ്പാലത്ത് വോട്ട് ചേർത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടെ വന്ന് വോട്ട് ചേർത്തിരിക്കുകയാണ്. ഏറ്റവും അവസാനം അഡീഷണൽ ലിസ്റ്റിൽ ഏറ്റവും അവസാനം വോട്ട് ചേർത്തിരിക്കുന്നത് LDF സ്ഥാനാർത്ഥിയുടെ പേരും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരുമാണ്. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയും, ഇത് ഇങ്ങോട്ടൊരു വിരൽ ചൂണ്ടിയാൽ 4 വിരൽ സ്വന്തം നെഞ്ചത്തോട്ടാണെന്ന് നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് ആരോപണം ഉന്നയിക്കാൻ. LDF സ്ഥാനാർത്ഥിയുടെ വോട്ട് ചേർത്തിരിക്കുന്നത് വ്യാജ വോട്ടാണ്. ആദ്യം CPM ജില്ലാ സെക്രട്ടറി പോയി ഇദ്ദേഹത്തെയും ഭാര്യയും തടയുക. അദ്ദേഹം ഇവിടെ, അതായത് ഒരാൾ ഇവിടെ വന്ന് വോട്ട് ചേർക്കാം. ഇപ്പോൾ വാടകയ്ക്ക് വീട് താമസിക്കുകയോ അല്ലെങ്കിൽ വീട് എടുക്കുകയോ ചെയ്തിട്ട് വോട്ട് ചേർക്കാം. എങ്ങനെയാണ്? 6 മാസം തുടർച്ചയായി അദ്ദേഹം ഇവിടെ താമസിച്ചാൽ മാത്രമേ അതിൻ്റെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇദ്ദേഹം 6 മാസം തുടർച്ചയായിട്ട് ഇവിടെ താമസിച്ചിട്ടില്ല. ഇവിടെ ഇലക്ഷൻ നടക്കും എന്ന് കണ്ടപ്പോഴാണ് ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് വാടക വീട് എടുത്തത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ 6 മാസത്തെ അദ്ദേഹം ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ വ്യാജ സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട CPM ജില്ലാ സെക്രട്ടറി ആദ്യം പോയി ഇദ്ദേഹം വോട്ട് ചെയ്യാൻ വരുമ്പോൾ രാവിലെ പോയി അത് തടയും, എന്നിട്ട് ബാക്കിയുള്ളവരെ തടഞ്ഞാൽ മതി. പിന്നെ ഒരാൾക്കും വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വോട്ടർ ഐഡൻറ്റിറ്റി കാർഡുമായി അവിടെ വന്നാൽ ആ വോട്ട് തടയാൻ ഒരാൾക്കും അവകാശമില്ല. അയാളാണോ എന്ന് മാത്രമാണ് ഇലക്ഷൻ പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക എന്ന് മാത്രമാണ് പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ചുമതല. വോട്ട് ചെയ്യാൻ വരുന്നവരെ തടയും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കുകയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണ്. ഒരു റവന്യൂ അതോറിറ്റീസിനും ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി അവരുടെ വോട്ട് ഇവിടെ അല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് BJP സ്ഥാനാർത്ഥി ഇത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിൽ അവിടെ അല്ലാത്ത ആളുകളെ ചേർത്തിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥി ചേർത്തിട്ടുണ്ട്. ഞങ്ങളാരും ആ പണിക്ക് പോയിട്ടില്ല. ഞങ്ങൾ വളരെ വൃത്തിയായിട്ട് അതാത് സ്ഥലത്ത് ഞങ്ങൾക്ക് വോട്ട് ചേർക്കാനുണ്ടായിരുന്നു. ആ വോട്ട് ഞങ്ങൾ ഭംഗിയായിട്ട് ചേർത്തിട്ടുണ്ട്. CPM ആദ്യം ചെയ്തിട്ടില്ല, ഒരു പണിയും ചെയ്തിട്ടില്ല. ഈ ജില്ലാ സെക്രട്ടറി അല്ലേ ജോലി ചെയ്യേണ്ടത്, അയാൾ ഒരു ജോലിയും ചെയ്തിട്ടില്ല. എന്നിട്ട് ബാക്കി വോട്ട് ചേർത്ത ആളുകളെ മുഴുവൻ കളങ്കപ്പെടുത്താൻ വേണ്ടി പറയാം. കിട്ടിയല്ലോ വേഷമായിട്ട്. ആരാണ് കള്ള വോട്ട് വ്യാജ വോട്ട് ചേർത്തതെന്ന് മനസ്സിലായല്ലോ. എങ്ങനെ LDF സ്ഥാനാർത്ഥി ഇവിടെ വോട്ട് ചേർത്തു? അതിനാദ്യം ഉത്തരം പറയട്ടെ. വ്യാജമായ വോട്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അല്ലെന്ന് അദ്ദേഹം തിരുവല്ലാമലക്കാരനാണ്. യഥാർത്ഥത്തിൽ ചേലക്കര നിയോജകമണ്ഡലത്തിലാണ്.
അദ്ദേഹം ഒറ്റപ്പാലത്ത് മത്സരിച്ചപ്പോൾ അവിടെ കൊണ്ടുപോയി വോട്ട് ചേർത്തു. അതിനുശേഷം ഇവിടെ വോട്ട് ചേർത്ത ഇവിടുത്തുകാരനാവോ? അതൊക്കെ വെറുതെ പറയാം. അതൊക്കെ ഈ ലോക്കലൈസേഷൻ, പ്രാദേശികവാദം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരനാണ്. പക്ഷേ ഈ വോട്ട് ചേർത്തത് വ്യാജ വോട്ടാണ്. വ്യാജമായിട്ട് വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് തടയേണ്ടതില്ല, വോട്ട് ചെയ്യാൻ അനുവദിക്കാൻ പാടും. അല്ല, നമുക്കറിയില്ലല്ലോ. ഞങ്ങളത് ചെയ്യില്ല. വോട്ടർ പട്ടികയിൽ പേര് വന്നിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ചെയ്യാം. ഇത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാം. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു, വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്ത വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളുടെ വോട്ടും മാറ്റാൻ ഒരാൾക്കും അധികാരമില്ല, ഒരു അതോറിറ്റിക്ക് അധികാരമില്ല. എങ്ങനെ മാറ്റും? വ്യാജ വോട്ടറാണെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ക്രമക്കേട് മാറ്റേണ്ടതല്ലേ? ആർക്കും പറ്റത്തില്ല. എത്ര വോട്ടാണെന്ന് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. അത് അവർ വോട്ട് ചെയ്യാൻ വന്നാൽ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ അത് ചാലഞ്ച് ചെയ്യാൻ പറ്റും. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പുറകിലുള്ളത് മന്ത്രി MP രാജേഷും അളിയനും കൂടിയാണ്. അവർ മൂന്നുപേരും കൂടിയാണ് ഇവിടെ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാക്കിയത്. ആ നാടകങ്ങളെല്ലാം ചീറ്റിപ്പോയി. 7 നിലയിൽ പൊട്ടി, എല്ലാ സാധനവും പോയി. അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാറിൽ കഞ്ചാവ് വെച്ച് പിടിപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഇപ്പം അദ്ദേഹം കൊണ്ടുവന്നൊരു കാര്യത്തിലാണ് അവസാനം ആരുടെ നെഞ്ചത്തോട്ട് കയറി. ഇതിൽ EP-യുടെ എഴുതാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ നേതാവാണ്, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതിൻ്റെ തിരക്കഥ എന്നൊക്കെയാണ് സ്ഥാനാർത്ഥി സരിൻ പറയുന്നത്. വല്ല മുതിർന്ന CPM നേതാക്കൾ വല്ല കാര്യം ആരോപണം ഉന്നയിച്ചാൽ ഞാൻ മറുപടി പറയാം. മനസ്സിലായി? ഞാൻ പറഞ്ഞല്ലോ CPM അനുഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഇത് EP വരുവാണെന്നുണ്ടെങ്കിൽ സ്വാഗതം എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ടോ? നമ്മളതൊരു തമാശയായിട്ട് എടുത്താൽ മതി. അങ്ങനെ പറയാം. അദ്ദേഹം ആ പാർട്ടിയിൽ തന്നെ നിൽക്കുകയല്ലേ. ആ പാർട്ടിയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന നേതാവ് EP ജയരാജൻ. ME ഗോവിന്ദനേക്കാൾ, അദ്ദേഹം ആത്മകഥയിൽ എഴുതിയതുപോലെ ME ഗോവിന്ദനേക്കാൾ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുകയല്ലേ. നമ്മളെന്തിനാ വേറെ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ അപമാനിക്കുന്നത്? ഇത് തമാശയായിട്ട് അസരപ്പെടും. അവർ തമ്മിലൊക്കെ ഭയങ്കര സൗഹൃദമുള്ള പരിപാടി പ്രഖ്യാപിച്ചുകൊണ്ട് EP-നെ ആ വേദിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പാലക്കാട് പരിപാടി നടത്താം. അത് എന്തായിരിക്കും? ആ വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. CPM EP ജയരാജനെ വീണ്ടും അപമാനിക്കുകയാണ്. അദ്ദേഹം ഇത് എഴുതി. ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിലെ കണ്ടന്റ് അല്ല പ്രധാനം. കണ്ടന്റൊക്കെ EP എഴുതിയതാണെന്ന് എല്ലാവർക്കും അറിയാം. DC പോലത്തെ ഒരു പ്രസാധക സ്ഥാപനം ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ ആകാശത്ത് നിന്നൊരു ആത്മകഥ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കുമോ? ഇല്ലല്ലോ. എല്ലാവർക്കും അറിയാം. ഇവർ കള്ളം പറഞ്ഞു, പാർട്ടിയും കള്ളം പറഞ്ഞു, EP-യും പറഞ്ഞു. പറയാതിരിക്കുന്ന നിവർത്തിയിൽ ഇന്നലെ ഇലക്ഷനല്ലേ. ഇന്നലെ ചേലക്കര ഇലക്ഷൻ നടക്കുന്നു. 20-ാം തീയതി ഇവിടെ ഇലക്ഷൻ നടക്കാമോ? എന്തു പറഞ്ഞ് പിടിച്ചു നിൽക്കും? 20-ാം തീയതി വരെയെങ്കിലും കള്ളം പറയണം. ഞാൻ അതിൽ കുറ്റപ്പെടുത്തുന്നില്ല. അവരുടെ സ്ഥിതി അതായിപ്പോയി, പരമദയനീയമായ സ്ഥിതിയായിപ്പോയി. പക്ഷെ ഇത് എങ്ങനെ പുറത്തുപോയി എന്നുള്ളതാണ് പ്രധാനം. DC ബുക്സിലൊന്നും പ്രസിദ്ധീകരിക്കാൻ പോയേക്കണ ഒരു സാധനവും പുറത്തു പോയില്ല. അപ്പോൾ ഇത് പുറത്തു പോയിരിക്കുന്നത് പാർട്ടിയിലെ EP-യുടെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ ഇത് പുറത്തു കൊണ്ടുവന്നതെന്ന് അന്വേഷിച്ചാൽ മതി. CPM-ൽ നടക്കുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ. നിങ്ങൾ വേറെ കാര്യം കൂടി ശ്രദ്ധിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മളൊന്നും പറയണ ശ്രദ്ധിക്കാറില്ല ഈയിടെയായിട്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കാര്യം പറഞ്ഞു. നവീൻ ബാബുവിൻ്റെ വീട്ടിൽ ആര് പോയി? ME ഗോവിന്ദൻ ഈ കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കേസിലെ പ്രതി PP ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ പോയതാരാ? ME ഗോവിന്ദൻ്റെ ഭാര്യ അല്ലേ? ആണല്ലോ. അത് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചോദിച്ചു. ഈ പെട്രോൾ പമ്പ് ഈ പ്രശാന്ത് എന്ന് പറയുന്ന ബിനാമിയാണെന്നറിയാം. ആരുടെ ബിനാമിയാണ് പ്രശാന്തൻ? അതൊക്കെ അന്വേഷിക്കട്ടെ. എന്തായാലും അയാൾക്ക് അതിനുള്ള ശേഷിയൊന്നുമില്ല. പരിഹാരത്തെ താൽക്കാലിക ജീവനക്കാർ ഒന്നുമില്ലാത്ത ഒരാൾ അയാളുടെ അല്ലാതെ അതാരുടെ? അതൊരു CPM നേതാവിൻ്റെയാണ്. അതൊന്ന് അന്വേഷിക്കും. അപ്പോൾ PP ദിവ്യയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ PP ദിവ്യ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ME ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ നേരെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടത്. അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി ആ കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞിട്ടേ. അതാണല്ലോ ഞാൻ ചോദിച്ചത്. CPM നിൻ്റെ പേരാണോ കാപട്യമെന്ന് ചോദിച്ചത്. എന്തൊരു കാപട്യമാണ്, എന്തൊരു വഞ്ചനയാണ് ചെയ്തത്. എന്നിട്ട് ഭാര്യ പറഞ്ഞു വിട്ടിരിക്കുക. പിന്നെ അവർ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ആന്തൂർ സാജൻ്റെ മരണത്തിന് കാരണം എന്ന് ആരോപണ വിധേയയാണ് ശ്യാമള ഗോവിന്ദൻ അല്ലേ? നവീൻ ബാബുവിൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ആളാണ് PP ദിവ്യ എന്നുണ്ട്. അവർ തമ്മിലുള്ളൊരു സംഗമം ഉണ്ടല്ലോ ആ ജയിലിൻ്റെ മുറ്റത്ത് വെച്ച് അവർ തമ്മിൽ നടത്തിയൊരു സംഗമം. അതും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ
അപൂർവമായ ഒരു സംഗമമായി അടയാളപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾ ആരും അടയാളപ്പെടുത്തിയില്ല. ഒരു മാധ്യമം അത് പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തിയില്ല. ഇവർ രണ്ടുപേരും തമ്മിലുള്ള അപൂർവമായൊരു സംഗമം ജയിൽ മുറ്റത്ത് വെച്ച് ശ്യാമള ഗോവിന്ദനും PP ദിവ്യയും നടത്തിയ അപൂർവമായൊരു സംഗമം. രണ്ടുപേരും ആരോപണ വിധേയരാണ്. രണ്ട് കുടുംബനാഥന്മാർ ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരായ രണ്ടുപേർ തമ്മിലുള്ള അപൂർവ കൂടിക്കാഴ്ച. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ കാണാതെ പോകും. എനിക്ക് നിങ്ങളോടുള്ള ചെറിയ പരാതിയൊന്നുമില്ല, ചെറിയ പരിഭവം ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ലെന്ന് ഇത് ഞാൻ പറഞ്ഞത്, ഇത് നാടകമല്ലേ, ഈ കാണിക്കുന്നത് മുഴുവൻ നാടകമല്ലേ. എന്തൊരു നാടകമാണ് ഈ CPM എന്ന് പറയുന്നത്, എന്തൊരു നാടകമാണ്. ഈ പാലക്കാട് തന്നെ തെരഞ്ഞെടുപ്പ് തുടങ്ങി, നിങ്ങളൊക്കെ ആദ്യം അതിൽ പെട്ടുപോയി കുറച്ച്, പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി സംഭവം. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ആദ്യത്തെ 10 ദിവസം നിങ്ങൾ ആ നാടകത്തിലൊക്കെ പെട്ടുപോയി കുറേ. അത് ശരി, ഇപ്പോൾ നിങ്ങളെല്ലാം ഇതേ. അന്ന് ഞങ്ങൾ നിങ്ങളാരെക്കുറിച്ച് മോശമായിട്ട് വല്ലതും പറഞ്ഞാൽ നിങ്ങളാരെങ്കിലും പോസ്റ്റ് ഒട്ടിച്ചാൽ ഞങ്ങൾ എന്തുമാത്രം ആളുകൾ എന്തൊക്കെ പറഞ്ഞ്, ഏതെല്ലാം തരത്തിൽ പറഞ്ഞ്. നമ്മൾ നിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ അപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എല്ലാത്തിനും നിങ്ങൾ വിമർശിച്ചപ്പോഴും ഒക്കെ പറഞ്ഞത്. ഇപ്പോഴും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഇപ്പം ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.